ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് എന്നാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. 2 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ, 9 മണി തൊട്ട് 11 മണി വരെ. അപ്പോൾ യൂണിവേഴ്സിറ്റി കുറച്ചൊന്ന് ചുറ്റി കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഫുഡ് വൈകിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗായ്സ്, ഈ പുറകെ കാണുന്നതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. കാണുക, ഇതൊരു പബ്ലിക് മ്യൂസിയം ആണ്, നാഷണൽ മ്യൂസിയം. നല്ല തണുപ്പ്, നല്ല കാറ്റടിക്കുന്നുണ്ട് വേറെ, അതുകൊണ്ടാണ് ഇത്രയും തണുപ്പ്. പിന്നെ ഞാൻ വേറെ സൂത്രം കാണിക്കാം. എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ തേംസിൻ്റെ തൊട്ട് സൈഡിലാണ്. ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ, ഇതാണ് റിവർ തേംസ്. ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമുക്കിന്ന് 1 മണിക്കൂർ അല്ല 2 മണിക്കൂർ ക്ലാസ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. ഇവിടെ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ദിവസം 2 ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലാസ് ഒരു ബിൽഡിങ്ങിലും അടുത്ത ക്ലാസ് വേറൊരു ബിൽഡിങ്ങിലും ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ദിവസം 4 ക്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ ആയിരിക്കും ബ്രേക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം 1 മണിക്കൂർ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് ലേറ്റ് അല്ല, 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് മാക്സിമം അവർ ലേറ്റ് ആയാലും അവരൊന്നും പറയത്തില്ല. കാരണം ഇവിടുന്ന് ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ് കണ്ടുപിടിക്കണം, അവിടേക്ക് ഓടണം, അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട്. പക്ഷേ ഒരു ക്ലാസ് തീരുന്നതിന് 10 മിനിറ്റും, ഇപ്പോൾ 1 മണിക്കൂറിൽ ലാസ്റ്റത്തെ 10 മിനിറ്റ് ഉണ്ടല്ലോ, ആ 10 മിനിറ്റ് മുമ്പേ ഇവർ ക്ലാസ്സൊക്കെ മാക്സിമം തീർക്കും. എന്നിട്ട് മാക്സിമം അവർ എന്താ പറയുക, അടുത്ത ക്ലാസ്സിലേക്ക് ഓടാനുള്ളതാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് അവർ മാക്സിമം നിർത്തും. എന്നിട്ട് നമ്മൾ ഒരു ക്ലാസ് തീരുന്നതിന് മുമ്പേ അടുത്ത ക്ലാസ് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കണം. അത് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചൊന്നായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനോട് യൂസ്ഡ് ആവും. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്രാജുവേഷനൊക്കെ നടക്കുന്നത്. 1 വർഷം കഴിയുമ്പോഴത്തേക്കും പാസ്സായി കഴിയുമ്പോൾ അവിടെ ഇരുന്നിട്ടായിരിക്കും നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണിയൊക്കെ നടക്കുക. പിന്നെ ഇത് ഒരു അടിപൊളി കോളേജാണ്. പിന്നെ ഇവിടുത്തെ വാല്യുവേഷനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ് പറഞ്ഞ് കേട്ടത്. സാധാരണ യൂണിവേഴ്സിറ്റീനെ പോലെ അത്ര ഇതല്ല, കുറച്ച് സ്ട്രിക്റ്റാണ് ഇവിടുത്തെ വാല്യുവേഷനൊക്കെ. പിന്നെ ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റിയിൽ കാണിക്കാനായിട്ടുള്ളത്. പിന്നെ ഞാൻ ക്ലാസ് നടക്കുമ്പോൾ വീഡിയോ ഒന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഞാൻ ക്ലാസ്സിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പിന്നെ ഇന്ന് ഒരു ക്ലാസ്സിൽ തന്നെയാണ് 2 മണിക്കൂർ കണ്ടിന്യൂസ്. അതുകൊണ്ട് നമുക്ക് വേറൊരു ബുദ്ധിമുട്ട്, അതായത് ഓരോ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ന് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ക്രോയിഡൻ വരെ ഒന്ന് പോകണം, ഒരു പാർട്ട് ടൈമിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രയൽ കാണുമെന്നാണ് പറഞ്ഞത്, അറിയത്തില്ല ഇന്ന് ട്രയൽ ഉണ്ടാവുമോ അതോ ഇനി അടുത്ത ദിവസം വേറെ വല്ല ദിവസം വിളിക്കുമോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. എന്താണെങ്കിലും ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ 9 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. ഇതിപ്പം 8:45 ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ടൈമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനി എന്താണേലും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇന്ന് നമുക്ക് സ്റ്റോക്ക്വെൽ ലൈബ്രറിയിലാണ് ക്ലാസ് ഉള്ളത്. ഞാനിപ്പോൾ സ്റ്റോക്ക്വെൽ ലൈബ്രറിയിലോട്ട് പോവുകയാണ്. 8:45 ഇനി സ്റ്റോക്ക്വെൽ ലൈബ്രറി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നല്ല തണുപ്പ്, സമ്മറാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല.
അല്ല തണുപ്പ്, ഈ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റാണ്, അതാണ് മെയിൻ വിഷയം. പിന്നെ വെയിലടിക്കുമ്പോഴത്തേക്ക് ഒരു സുഖം. ഇതിപ്പോൾ എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം, അതാണ്. സ്റ്റോക്ക്വെൽ ലൈബ്രറി കണ്ടുപിടിച്ചിട്ട് വരാം. ഇപ്പം ഞാനൊരു സംഭവം കാണിച്ചില്ലേ, അതായത് ഒരു മാപ്പ് പോലത്തെ സാധനം, അത് യൂണിവേഴ്സിറ്റിയുടെ പല സൈഡിലും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പം നമ്മൾ നടന്നിട്ട് നമുക്ക് എവിടെയാണെന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ സംഭവത്തിൽ ചെന്ന് നോക്കിയാൽ മതി. പക്ഷെ അതിൻ്റെ അകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഓരോ ബിൽഡിങ്ങുകൾ അവിടെയാണെന്നേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റോക്ക്വെൽ ലൈബ്രറി ഐ ഗെസ് അവിടെയാണെന്നാണ് തോന്നുന്നത്. എന്താണേലും പോയി നോക്കാം. അപ്പോൾ ആ ബിൽഡിങ്ങിലല്ലായിരുന്നു, ഓപ്പോസിറ്റ് വേറൊരു ബിൽഡിംഗ് ഉണ്ട്, ഇവിടെയായിരുന്നു സ്റ്റോക്ക്വെൽ സ്ട്രീറ്റ് ലൈബ്രറി. നമ്മളിപ്പോൾ ലൈബ്രറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നേരത്തെ വന്നാലും സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ പാടാണല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താണേലും ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് സ്റ്റോക്ക്വെൽ സ്ട്രീറ്റ് ലൈബ്രറി. ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊന്നും എനിക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. പക്ഷേ എന്നെ ക്ലാസ്സിൽ കയറ്റി. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ.